ഈ ആനചവിട്ടിക്ക് നിങ്ങളുടെ നാട്ടിൽ എന്നാ പറയുന്നതെന്നൊന്ന് പറയണേ. ഇവിടെ ആനചവിട്ടി എന്നാ പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരുത്തി പറയുന്നിട്ട് പാവാടമീൻ എന്ന് പറയുന്നത്. പാവാടയാണോ നൈറ്റിയാണോ ചുരിദാറാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. നമുക്ക് ഇതിനൊന്ന് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ട് ഞാൻ ഇതിനകത്തുണ്ടല്ലോ ആകെപ്പാടെ 2 മസാലയെ ചേർക്കുന്നുള്ളൂ. ഒന്നാമത് ഇതിനകത്ത് ശരിക്കും മസാല പിടിക്കൂല കേട്ടോ. അപ്പൊ ഞാൻ ഇച്ചിരി കാന്താരിപ്പൊടിയും മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് അപ്പൊ ഇത് നമുക്ക് മസാല മൊത്തം ഒന്ന് നന്നായിട്ട് പുരട്ടി തേച്ച് വെക്കാം കേട്ടോ. അപ്പൊ ദേ നല്ല മസാലയൊക്കെ തിരുമ്മി ഒരു അരമണിക്കൂർ വെച്ചതാ കേട്ടോ. ഇനി നമുക്ക് ചുമ്മാ ഇതൊന്ന് തിരിച്ച് മറിച്ചിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2-3 തണ്ട് കരിയാപ്പില വെറുതെ ഒന്ന് ഇട്ട് കൊടുക്കാം. ആനചവിട്ടീനെ ദേ ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ദേ ഒരു സൈഡ് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇതിനെ ഇങ്ങോട്ട് എടുത്തിട്ട് എല്ലാവർക്കും കൂടി ഇവിടെ ഇരുന്ന് അങ്ങ് കഴിക്കാം. ആനചവിട്ടി പൊരിച്ച് തിന്നുന്നതാണ് ഇന്നത്തെ ഹോബിന്ന്. അപ്പം ബൈ.